ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നേ നമുക്കൊരു മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. ചീനച്ചട്ടിയോ ഇത് ചട്ടി വേണേലും വയ്ക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 2.5 സ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറാക്കാൻ പോകണ്ട കേട്ടോ. ഒത്തിരി ബ്രൗൺ കളർ ആക്കിയാൽ നമ്മളുടെ പുഡിങ് കാണാനായിട്ട് നല്ല ഒരു കളറുണ്ടാവും, അതുപോലെ നല്ലൊരു ഭംഗിയുണ്ടാകും, പക്ഷേ ഒരു കയ്പ്പരസം വരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ബ്രൗൺ കളറിലേക്ക് പോകണ്ട. ഒരു ചെറുതായിട്ടൊരു കളർ വരുമ്പോൾ നമുക്ക് ആ കളർ മതി, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു കയ്പ്പരസം വരും. നമ്മൾ പുഡിങ്ങിന് കേക്കിന് അതുപോലെ സേമിയ പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു കളർ കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ചേർക്കുന്നത്. അത് കൂടിപ്പോയാൽ കയ്പ്പരസം ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ പഞ്ചസാര ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല തീയിൽ വേണം. ആദ്യമേ നല്ല തീയിൽ അങ്ങനെ നന്നായിട്ട് തീ കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഇളക്കുക. അത് പതുക്കെ മെൽറ്റായിട്ട് വരുന്നതനുസരിച്ച് നമുക്ക് തീ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഉരുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ടേ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തൊക്കെ വരുമ്പോഴത് കട്ടിയായി പോകും പെട്ടെന്ന്, അല്ലേ? അപ്പോൾ അത് കട്ടിയാകുന്നതിന് മുമ്പ് ആ ചൂടോടുകൂടി ഉടനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ അത് കട്ടിയായി പോകും. അതുകൊണ്ട് ഒരു പാത്രം സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ചോറ്റുപാത്രമോ അടപ്പുള്ള പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു കുട്ടികളുടെ ചോറ്റുപാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിന് അടപ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഒത്തിരി കളറിലേക്ക് നമുക്ക് പോകണ്ട. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതൊരു കട്ടിയായിട്ടിങ്ങനെ വന്നത്. അത് മൈൻഡ് ചെയ്യേണ്ട, അത് മെൽറ്റായിക്കോളും. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളുടെ പാത്രത്തിൽ ഇങ്ങനെ അത് നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ അടിവശം മുഴുവൻ ഒന്ന് പരത്തി നമുക്ക് കൊടുക്കണം. എന്നുവെച്ചാൽ ആ പാത്രം മുഴുവൻ അടിവശം ഇങ്ങനെ പരന്നിരിക്കണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്ന് പരത്തി കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ല എങ്കിൽ അത് കട്ടിയാണല്ലേ. പഞ്ചസാര നമ്മൾ ക്യാരമലൈസ് ചെയ്യുന്തോറും അത് കട്ടിയായിട്ട് വരും. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇങ്ങനെ പരത്തി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ പഞ്ചസാര എല്ലാം കൂടി അങ്ങ് കട്ടിയാകും. എന്നിട്ടത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് മെൽറ്റായിക്കോളും. അതുകൊണ്ട് പേടിക്കണ്ട. പഞ്ചസാര കണ്ടോ ഇപ്പോൾ കട്ടിയായിട്ട് അത് മെൽറ്റായിക്കോളും. ഇത് ക്യാരമലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പഞ്ചസാര കട്ടിയായി പോകും, അല്ലേ? അത് നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് നമ്മളത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പാത്രത്തിലേക്ക് അത് കട്ട വന്നതെന്ന് പേടിക്കണ്ട. അത് ഉരുകി പൊക്കോളും. അത് ചൂടാകുന്നതനുസരിച്ച് ഇപ്പോൾ തീ കൂട്ടിക്കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ കളർ ഇനി കരിഞ്ഞു പോകത്തില്ല. ഇനി അത് നമുക്കൊന്ന് ഉരുകി കിട്ടിയാൽ മതി. അത് വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് അങ്ങനെ കട്ടിയായി. പിന്നെ വെള്ളം നമുക്ക് ഒഴിക്കാതിരിക്കാനും പറ്റത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കത് കിട്ടണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേ പറ്റൂ. മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഈ കളറായിരിക്കും നമ്മുടെ പുഡിങ്ങിന് കിട്ടുന്നത്.
ഒത്തിരി ബ്രൗൺ കളറിലേക്ക് നമ്മൾ പോയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കളർ ഒത്തിരി വേണമെങ്കിൽ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നല്ല ബ്രൗൺ കളർ വരും. പക്ഷെ ഞാനൊരു കയ്പ്പ് രസം വരുന്നത് കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഇത്രയും കളർ മതിയെന്ന് വെച്ചു. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാത്രം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചുറ്റിച്ച് നമ്മുടെ പാത്രം മുഴുവനാക്കാം. അല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് കട്ടയായി പോവും, പെട്ടെന്ന് ചുറ്റിച്ചെടുത്തില്ല എങ്കിൽ. നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞു, ഒഴിച്ചു വെച്ചു. ഇനി കുഴപ്പമില്ല. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പുഡിങ്ങിനുള്ള പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പയിലേക്ക് വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 ലിറ്റർ പാല്, ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടൊരു 1/4 ലിറ്റർ പാലിന് ആ ഒരു രീതിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. 1/4 ലിറ്റർ പാലൊഴിച്ചു. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. മധുരം കുറവ് മതി എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് 3 ടേബിൾ സ്പൂൺ ഇട്ടത്. നിങ്ങൾക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഇട്ടാലും നല്ല മധുരം ഉണ്ടാകും. മധുരം കുറവ് മതി എന്നുള്ളവർക്ക് മധുരം കുറവിട്ടാൽ മതി. നിങ്ങൾക്ക് എന്തോരം വേണോ മധുരം വേണോ അതിനനുസരിച്ചിടുക. ഇനി അതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. റവയ്ക്ക് പകരം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ആണെന്നുകൂടി നല്ലത്. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാത്തത് കാരണം ഞാൻ 1 സ്പൂൺ റവ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ട്. ആ ഏലക്കായുടെ ആ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിക്കുന്ന കാരണം മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തത്. വേണമെങ്കിൽ വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. അതിന് പകരമാണ് ഏലക്കാപ്പൊടി ഇട്ടിരിക്കുന്നത്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. അത് ആറട്ടെ നമ്മുടെ പാല്. ആ സമയം കൊണ്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒത്തിരി പതപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ വളരെ ചെറിയ ഹോളുള്ള അരിപ്പയായത് കാരണം ആ റവ കുറച്ച് പോന്നു. കോൺഫ്ലവർ ആണെങ്കിൽ അങ്ങനെ പോരത്തില്ല.
എന്തായാലും ഇപ്പോൾ ഈ റവയും കോൺഫ്ലവറൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തട്ടി ഇതിനകത്തുള്ള ആ കുമിളകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അത് അടച്ച് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണ്ടേ? അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ്, സ്റ്റീമർ വെച്ച് കൊടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ തട്ട് ഞാൻ മറിച്ച് വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചോറ്റുപാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ച് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേകട്ടെ. അതവിടെ ഇരുന്ന് 25 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. ഇനി അത് വെന്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരു ചെറിയ ഈർക്കിലിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. ഞാനിപ്പോൾ ഒരു ഈർക്കിലി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അത് വെന്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വെന്തിട്ടില്ല. ഇപ്പോൾ പിടിച്ചിട്ടില്ല അതിനകത്ത്, അതുകൊണ്ട് അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി അതൊന്ന് ആറാൻ വയ്ക്കാം. ആറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പം ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു കത്തി കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. കേട്ടോ, ഇങ്ങനെ നമ്മൾ ഏത് പാത്രത്തിൽ ഇടുന്നോ ആ പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കും നമ്മളുടെ പുഡിങ് കിട്ടുന്നത്. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ടായിട്ടുള്ള ഇത് വയ്ക്കണം. ഏത് പാത്രത്തിൻ്റെ വയ്ക്കുന്നോ ആ പാത്രത്തിൻ്റെ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? കണ്ടോ, ഇപ്പം നമ്മുടെ പുഡിങ് നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം ഒന്ന് അതിൻ്റെ മേളിൽ കമത്തി വെച്ചും തിരിച്ചെടുക്കാം. ഉണ്ടോ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡിയായി. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടോ, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ പുഡിങ് വളരെ ടേസ്റ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള പുഡിങ് റെഡിയായി. കണ്ടോ, കണ്ടോ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള പുഡിങ്.
വളരെ സോഫ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരുണ്ടായിരിക്കാം, എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്ന് കഴിച്ചു നോക്കട്ടെ. വളരെ ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. കണ്ടോ പുഡിങ്? അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.